ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി നാളെ ഉമ്മൻചാണ്ടി ദില്ലിക്ക്. രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഉമ്മൻചാണ്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. യോഗത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. സജേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, നാളെ ഇനി ഹൈക്കമാൻഡിനെ കണ്ട് ഉമ്മൻചാണ്ടി കാര്യങ്ങളിൽ ഒരിക്കൽ കൂടി സമ്മർദ്ദ തന്ത്രം പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരിക്കുമോ? പ്രത്യേകിച്ച് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വിട്ടുനിന്നൊരു പശ്ചാത്തലത്തിൽ കൂടി എങ്ങനെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിലും ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്? വിവരങ്ങൾ. സൗമ്യ, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം ഉയർന്നു. PC ചാക്കോയും KC വേണുഗോപാലുമാണ് ഉമ്മൻചാണ്ടിയെ വിമർശിച്ചത്. ഒരാൾക്ക് വേണ്ടി രാഷ്ട്രീയകാര്യ സമിതി നീട്ടിക്കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് PC ചാക്കോ പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി എല്ലാ മാസവും ചേരണമെന്ന് KC വേണുഗോപാലും ആവശ്യപ്പെട്ടു. MM K മുരളീധരനും യോഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി രംഗത്ത് വന്നു. ഉമ്മൻചാണ്ടിയെ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കി മുന്നോട്ട് പോകാനാകില്ലെന്ന് K മുരളീധരൻ പറഞ്ഞു. VM സുധീറിനെ K മുരളീധരൻ വിമർശിക്കുകയും ചെയ്തു. പാർട്ടിയുടെ താഴെ തട്ടിൽ ദൗർബല്യമുണ്ടെന്നായിരുന്നു ഞാൻ നേരത്തെ പരാമർശിച്ചത്. ആ ഘട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ വൈകാരികമായി പ്രതികരിച്ചു. എന്നാൽ KPC പ്രസിഡന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന വിമർശനം K മുരളീധരൻ ഉന്നയിച്ചു. MM ഉമ്മൻചാണ്ടിയെ പഴിചാരി രാഷ്ട്രീയകാര്യ സമിതി നീണ്ടതിന് ഉമ്മൻചാണ്ടിയെ പഴിചാരേണ്ട എന്ന വാക്കുകളുമായി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി രംഗത്ത് വന്നു. രാഷ്ട്രീയകാര്യ സമിതി ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് രാവിലെ ഉണ്ടായിട്ടും ഉമ്മൻചാണ്ടി പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ 2 തവണയും രാഷ്ട്രീയകാര്യ സമിതി യോഗം നീട്ടിവെച്ചത് ഉമ്മൻചാണ്ടി പങ്കെടുക്കാത്തതിനെ തുടർന്നായിരുന്നു. ഇന്നും പങ്കെടുത്തില്ല. നാളെ ദില്ലിക്ക് പോകും. ഇക്കാര്യം ഉമ്മൻചാണ്ടി തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴി അറിയിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നുണ്ട്. താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ പാർട്ടിയെ ഊർജ്ജസ്വലമാക്കാൻ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുന്നു. VM സുധീറിനെ KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും ഉന്നയിക്കുന്നത്. സൗമ്യ, സജീഷാണ് വിവരങ്ങൾ നൽകിയത്. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ ഉറച്ചുനിന്ന് അതുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡിനെ സമീപിക്കുകയാണ് A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ. അതിനിടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും ഉമ്മൻചാണ്ടി വിട്ടുനിന്നത് വലിയ ചർച്ചയ്ക്കും ഇടയൊരുക്കി. സംഘപരിവാർ ആശയങ്ങളോടുള്ള എതിർപ്പ് ആവർത്തിച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. MT കമൽ ഗാന്ധി ചെഗുവേര വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയോട് നടത്തിയ പ്രതികരണം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും CKP ആവർത്തിച്ചു. അതേസമയം CK പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കഴിഞ്ഞ ദിവസമാണ് സംഘപരിവാർ ആശയങ്ങളോടുള്ള തന്റെ എതിർനിലപാട് പീപ്പിൾ TVയോട് തുറന്നു പറഞ്ഞത്. MT വാസുദേവൻ നായർ ഹിമാലയ തുല്യനാണെന്നും കമലിന്റെ ദേശസ്നേഹത്തെ ആരും ചോദ്യം ചെയ്യേണ്ടെന്നും ചെഗുവേരയെ അറിയാത്തവർ ബൊളീവിയൻ ഡയറി വായിക്കട്ടെ എന്നുമായിരുന്നു CKPയുടെ തുറന്നു പറച്ചിൽ. MT ഒരു പർവ്വതമാണ്. ആ പർവ്വതത്തെ കല്ലെറിയുന്നത് ഒരു സുഖം കണ്ടെത്തുന്ന ആളുകൾ അത് കല്ലെറിഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ദേശസ്നേഹഭരിതമായിട്ടുള്ള സംഭാവനകൾ സിനിമാ രംഗത്ത് നൽകിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമാൻ കമൽ. ചെഗുവേരയെക്കുറിച്ച് ഒന്നും കൃത്യമായിട്ട് പഠിക്കുകയോ ഒന്നും ചെയ്യാതെ ഈ മുൻവിധിയോടുകൂടി പലതും വിളിച്ചു പറയുന്നുണ്ട്. അതിനോടൊന്നും വാസ്തവത്തിൽ പ്രതികരിക്കേണ്ട ആവശ്യം പോലുമില്ല. ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലും CKP നിലപാടുകൾ ആവർത്തിച്ചു. ഈ ഒരാൾ രാജ്യം വിട്ടു പോകണമെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ പാകിസ്ഥാനെ അടക്കം ഇങ്ങോട്ട് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അങ്ങോട്ട് പോലും ആരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. അഖണ്ഡ ഭാരതം. അതേസമയം CK പത്മനാഭന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. BJPയുടെയും RSSന്റെയും നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളെ BJPയുടെ ഉന്നത നേതാക്കന്മാർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹ്യമായിരിക്കുന്നു എന്നുള്ളതാണ് CK പത്മനാഭൻ്റെ ഇന്നലത്തെ പ്രതികരണത്തോടു കൂടി വ്യക്തമാകുന്നത്. BJPക്കകത്ത് തന്നെ ഇത്തരം പ്രതികരണങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. BJPയിൽ നിന്നുള്ള ഇത്തരം അഭിപ്രായങ്ങൾ RSSന്റെ അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതികരണങ്ങളാണെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോസ്, കണ്ണൂർ, തിരുവനന്തപുരം. AN രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ CK പത്മനാഭൻ രംഗത്തെത്തിയതോടെ BJPയിൽ ഭിന്നത രൂക്ഷമായി. CKP തന്റെ നിലപാട് ആവർത്തിച്ചതോടെ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ. അസമയം മുതിർന്ന നേതാവായ CKPക്കെതിരെ എങ്ങനെ നടപടിയെടുക്കുമെന്നത് പാർട്ടി നേതൃത്വത്തെ വിഷമവൃത്തത്തിലാക്കുന്നു. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങളിൽ CKPക്കെതിരെ രൂക്ഷ വിമർശനം ഉയരും.
BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണം BJPക്കകത്ത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. അതിനിടെ തന്റെ നിലപാടുകൾ ആവർത്തിച്ച് CKP ഇന്ന് വീണ്ടും രംഗത്തെത്തിയതോടെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാവുകയാണ്. തിങ്കളാഴ്ച കോട്ടയത്ത് ആരംഭിക്കുന്ന BJP നേതൃയോഗങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ CKPക്കെതിരെ നടപടി ആവശ്യപ്പെടും. എന്നാൽ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ CKPക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി നേതൃത്വം വിഷമവൃത്തത്തിലാണ്. തിങ്കളാഴ്ച BJP കോർ കമ്മിറ്റി യോഗവും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ഭാരവാഹി യോഗവും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കൗൺസിൽ യോഗവും നടക്കുമ്പോൾ CKPക്കെതിരെ രൂക്ഷ വിമർശനമുയരുമെന്നത് ഉറപ്പാണ്. AN രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകൾക്കെതിരെയും BJP നേതാക്കൾക്കിടയിൽ അതൃപ്തി ശക്തമാണ്. കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന വക്താവ് MS കുമാർ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ചിരുന്നു. ഭിന്നത മറനീക്കി പുറത്തുവന്ന സാഹചര്യത്തിൽ പരസ്യപ്രതികരണം നടത്തരുതെന്ന് നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ സംഭവവികാസങ്ങൾ BJP കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുണ്ട്. ദേശീയാധ്യക്ഷൻ അമിത്ഷാ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനോട് വിവാദങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടേക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. CK പത്മനാഭന് പുറകെ അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിച്ച BJP സംസ്ഥാന വക്താവ് MS കുമാർ. MT വാസുദേവൻ നായരുടെയും കമലിന്റെയും മോഹൻലാലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണമെന്ന് MS കുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അഭിപ്രായം പറഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി സംസ്കാരരഹിതവും തരം താണതുമാണെന്നും അടിയന്തരാവസ്ഥയെ ഓർമ്മിച്ച് MS കുമാർ വ്യക്തമാക്കി. സംഘപരിവാറിന്റെ അസഹിഷ്ണുതയ്ക്കെതിരെ BJP നേതാവ് CK പത്മനാഭൻ പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന വക്താവ് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. മലയാളി മനസ്സ് ഇരുണ്ട പ്രാകൃത യുഗത്തിലേക്ക് മടങ്ങുകയാണോ എന്ന ചോദ്യത്തോടെ ആരംഭിക്കുന്ന പോസ്റ്റിൽ അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശമാണ് ജനാധിപത്യ സംസ്കാരത്തിന്റെ അടിസ്ഥാനമെന്ന് MS കുമാർ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും നിങ്ങൾ പറയാൻ പാടില്ല എന്ന ധാരണ ജനാധിപത്യവും സംസ്കാരവുമല്ല. ആരെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞുപോയാൽ മാധ്യമങ്ങളിലൂടെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി എന്ത് ന്യായം പറഞ്ഞാലും സംസ്കാരരഹിതവും തരം താണതുമാണ്. ഏതു വിഷയത്തെക്കുറിച്ചും ആർക്കും പ്രതികരിക്കാൻ അവകാശമുള്ള രാഷ്ട്രമാണ് ഭാരതം. അഭിപ്രായം പറയുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ മാന്യതയും സഭ്യതയും കൈവിടാതെ നോക്കാനുള്ള അന്തസ്സ് പാലിക്കണമെന്ന് മാത്രം. അടുത്തിടെ കണ്ട പല അഭിപ്രായ പ്രകടനങ്ങളിലും ഇല്ലാതെ പോയതും അതാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുതയെന്നും MS കുമാർ ചോദിക്കുന്നു. MT വാസുദേവൻ നായരുടെയും മോഹൻലാലിന്റെയും മേജർ രവിയുടെയും കമലിന്റെയും എല്ലാം അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ കേൾക്കാൻ കഴിയണം. എങ്കിലേ ജനാധിപത്യത്തിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകൂ എന്നും MS കുമാർ വ്യക്തമാക്കുന്നു. ഇനി ഒരു അടിയന്തരാവസ്ഥയുടെ ഓർമ്മ പോലും നമ്മെ അസ്വസ്ഥമാക്കണമെന്ന വാചകത്തോടെയാണ് MS കുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കമലിനെതിരെ AN രാധാകൃഷ്ണൻ നടത്തിയ പരാമർശങ്ങളിൽ BJPയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് MS കുമാറിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ടിൽ നിന്നും ഗാന്ധിയെ നീക്കി മോദിയുടെ ചിത്രം വയ്ക്കുമെന്ന് ഹരിയാനയിലെ BJP മന്ത്രി അനിൽ വിജ്. ഗാന്ധി ചിത്രം ഉള്ളതുകൊണ്ട് രൂപയുടെ മൂല്യം ഇടിയുകയാണെന്നും അനിൽ വിജ്. ഖാദി വ്യവസായം തകർന്നതിന് കാരണവും ഗാന്ധി ചിത്രം വെച്ചതുകൊണ്ടാണെന്നും മന്ത്രിയുടെ വിലയിരുത്തൽ. पेटेंट थोड़ा हुई है और जब से खादी के साथ गांधी का नाम जुड़ता रहा, खादी उठ ही नहीं सकी, खादी डूब गई. महात्मा का ऐसा नाम है, नोट के ऊपर चिपक गया जिस दिन से, उस दिन से नोट की डिवैल्यूएशन हो गई. तो अच्छा किया है कि गांधी का हटा के मोदी का लगाया. मोदी ज़्यादा बेटर ब्रांड नेम है और मोदी का लगने से 14% जो है सेल बढ़ी है खादी. सब आप ही की सरकार में अभी नए नोट छपे हैं, तब जो है वो गांधी जी को क्यों नहीं हटाया गया वहाँ से? ये हट जाएंगे धीरे धीरे. കോട്ടയം മറ്റക്കര ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിന് അംഗീകാരം നൽകിയത് മാനദണ്ഡങ്ങൾ ലംഘിച്ച്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്താതെയാണ് കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് സാങ്കേതിക സർവകലാശാല അധികൃതർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തിങ്കളാഴ്ച വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറും. മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് ടോംസ് കോളേജിന് അംഗീകാരം ലഭിച്ചത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണെന്ന വിവരം പുറത്തുവരുന്നത്. 2014 കോളേജിന് അംഗീകാരം നൽകുമ്പോൾ 10 ഏക്കർ ക്യാമ്പസ് വേണ്ടെടുത്ത് ഉണ്ടായിരുന്നത് 1 ഏക്കറിൽ താഴെ മാത്രം. കോളേജിൽ ലൈബ്രറിയോ കമ്പ്യൂട്ടർ ലാബോ ഇല്ല. ഡ്രോയിങ് റൂം 1 കിലോമീറ്റർ അകലെ ബോയ്സ് ഹോസ്റ്റലിനൊപ്പം. പ്രിൻസിപ്പലിന് സ്വന്തമായി ഓഫീസില്ല. 4 നിലകളിലായി 12 ക്ലാസ് റൂമുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത കോളേജിന് AICTE അംഗീകാരം എങ്ങനെ ലഭ്യമായി എന്നതും ചോദ്യചിഹ്നം. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ കുഞ്ചറിയ AICTE സെക്രട്ടറി ആയിരിക്കെയാണ് കോളേജിന് അംഗീകാരം ലഭിച്ചത്. സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ GP പത്മകുമാർ കഴിഞ്ഞ ദിവസം കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. രജിസ്ട്രാർ റിപ്പോർട്ട് നൽകിയാലുടൻ മാനേജ്മെന്റിനെതിരെ നടപടിയുണ്ടായേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ടോംസ് കോളേജിലെ രക്ഷിതാക്കൾ. ടോമിനെ രക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി എക്കാലവും ശ്രമിച്ചതെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. ടോംസ് കോളേജിനെതിരായ പരാതികൾ അട്ടിമറിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും ഇവർ പറയുന്നു. മറ്റക്കര ടോംസ് കോളേജിലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ കൊള്ളരുതായ്മകളെ എതിർത്ത പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥിനി രേവതി കൃഷ്ണന്റെ മാതാപിതാക്കൾ കോളേജ് ഉടമ ടോം ടി ജോസഫിനെ പ്രതി ചേർത്ത് പള്ളിക്കത്തോട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുമ്പോഴായിരുന്നു സംഭവം. എന്നാൽ പരാതി നൽകിയ രക്ഷകർത്താക്കളെ പ്രതിയാക്കിയും ടോമിനെ ഒഴിവാക്കിയുമാണ് പോലീസ് അന്ന് കേസെടുത്തത്. ഞങ്ങൾ 4 പേരും കൂടെ പോയി പരാതി സ്വീകരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ പരാതി സ്വീകരിച്ചു, ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോഴാണ് സർക്കിൾ എന്നോട് പൊൻകുന്നം സർക്കിൾ വിളിച്ചു പറഞ്ഞു, ഈ കേസ് നിങ്ങൾ പ്രതിയാണ്, ഈ കേസ് നിങ്ങൾ പിന്നെ. ഏവിയേഷൻ കോഴ്സ് മാത്രം പഠിപ്പിച്ചിരുന്ന ടോംസ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരിക്കെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാൻ അനുമതിയും അഫിലിയേഷനും നൽകിയത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്. തീർച്ചയായിട്ടും ഈ കോളേജിൽ ഞങ്ങൾ വന്നപ്പം ആദ്യം ഞങ്ങളെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം ഇങ്ങനെ കാണിച്ചത് ഉമ്മൻചാണ്ടി സാറിന്റെ പടമാണ്. ഞങ്ങളെ വരവേറ്റത് തന്നെ. തീർച്ചയായിട്ടും കഴിയുന്ന പരമാവധി എല്ലാ പ്രോഗ്രാമിനും മുഖ്യമന്ത്രിയും PC ജോർജ് സാറും വരുമായിരുന്നു. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മളൊരു മുഖ്യമന്ത്രി വരണമെങ്കിൽ അത്രത്തോളം ഈ ടോം ജി ജോസഫുമായിട്ട് അടുപ്പം കാണണമല്ലോ. ടോംസ് കോളേജിനെതിരെയുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരവും ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു. എ ഗ്രൂപ്പ് സമരം നടത്തേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഐ ഗ്രൂപ്പുകാർ സമരം നടത്തണമെന്ന വാശിയിൽ ഉറച്ചുനിന്നു. തുടർന്ന് DCC നേതൃത്വം ഇവരെ അനുനയിപ്പിച്ച് വെജിറ്റേറിയൻ സമരം നടത്തി പിരിയുകയായിരുന്നു. കോളേജിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കാതിരുന്ന പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ച് പ്രകോപനം സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദിലീപിന്റെ നേതൃത്വത്തിൽ തിയേറ്റർ ഉടമകൾക്ക് പുതിയ സംഘടന. സമരം ചെയ്ത തിയേറ്ററുകളോട് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും അവർക്കും സിനിമകൾ നൽകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അതേസമയം സർക്കാർ ഇടപെടലിനെ തുടർന്ന് സമരം പിൻവലിക്കുകയാണെന്ന് എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. 1 മാസത്തോളമായി നീണ്ടുനിന്ന സിനിമാ സമരം അവസാനിച്ചത് പുതിയൊരു സംഘടനയുടെ രൂപീകരണത്തോടെയാണ്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പിന്തുണയോടുള്ള സംഘടനയിൽ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വിട്ടുവന്നവർക്കായിരിക്കും പ്രാധാന്യം. സിനിമാ സംഘടനകളുടെയും താരങ്ങളുടെയും പിന്തുണയോടുള്ള ബദൽ സംഘടനയ്ക്ക് ദിലീപ് നേതൃത്വം നൽകും. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു വേദിയാണ്. ബഹളങ്ങൾ വേണ്ട. നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്ന വളരെ ഗ്ലാമർ ഫീൽഡാണ്. അതിനെ വെറും ചേരി പ്രദേശമാക്കി നമ്മൾ മാറ്റരുത്. അതുകൊണ്ട് പറയുകയാണ്, സമൂഹത്തിൽ സ്ഥാനം, ജനങ്ങൾ തന്നിരിക്കുന്ന സ്ഥാനം നമ്മൾ കളയരുത്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കോമാളിയാവരുത്. TV കയറിയിട്ട് ദയവ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മുന്നേറണം. സമരം നടത്തിവന്ന എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ അടക്കമുള്ളവരോട് പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G സുരേഷ് കുമാർ പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ദിലീപിന്റെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഈ സംഘടന ഒരു ഫെഡറേഷന്റെ ബദൽ സംഘടനയായിട്ട് തന്നെയായിരിക്കും ഇത് ഉണ്ടാവാൻ പോകുന്നത്. ഇത് നല്ല രീതിയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. എല്ലാവരോടും മാന്യമായ രീതിയിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉണ്ടാകുന്നത്. ഇത് പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ തുടങ്ങാൻ പോകുന്ന സംഘടനയും കൂടെ ഒരു കൂട്ടായ്മയായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ഒരു രീതിയിലും ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ല. ഇന്ന് നമ്മുടെ കൂടെ നിന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അവരെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളൊരു വാക്ക്. യോഗത്തിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ, നിർമ്മാതാക്കളായ M രഞ്ജിത്ത്, ആന്റോ ജോസഫ്, ആന്റണി പെരുമ്പാവൂർ, സംവിധായകരായ സത്യൻ അന്തിക്കാട് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അടൂർ ഏനാത്ത് പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നതിനാൽ ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കില്ലെന്നും സംഘം വ്യക്തമാക്കി. പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം വകുപ്പ് മന്ത്രിക്ക് ഉടൻ കൈമാറും. MC റോഡിൽ കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലത്തിലാണ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചത്. പാലം 6 മാസം അടച്ചിടേണ്ടി വരുമെന്ന് വിദഗ്ധ സംഘം വിലയിരുത്തി. പാലത്തിന്റെ ഒരു തൂൺ പൂർണ്ണമായും തകർന്നു. ചെറുവാഹനങ്ങൾ പോലും കടത്തിവിടാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും സംഘം വ്യക്തമാക്കി. ചെന്നൈ IIT മുൻ പ്രൊഫസർ PK രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലത്തിൽ പരിശോധന നടത്തിയത്. പാലത്തിന്റെ ഒരു ഭാഗം താഴ്ന്ന സാഹചര്യത്തിലാണ് വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തിയത്. ഏത് രീതിയിലുള്ള അറ്റകുറ്റപ്പണി നടത്തണം എന്നത് പരിശോധിക്കും. അറ്റകുറ്റപ്പണിയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നും സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. പാലത്തിന്റെ പരിശോധനാ റിപ്പോർട്ട് വിദഗ്ധ സംഘം ഉടൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരന് കൈമാറും. പുതിയ പാലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിഗണനയിലില്ലെന്നും വിദഗ്ധ സംഘം വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കലോത്സവത്തെ വരവേൽക്കാൻ കണ്ണൂർ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. അവസാന നിമിഷ മിനുക്കുപണികളുമായി
അതിന്റെ വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, ഇനിയിപ്പോൾ ഒരു മണിക്കൂറുകളിലേക്ക് തന്നെ കടന്നിരിക്കുന്നു കാത്തിരിപ്പിന്റെ ഒരു അകലം. ഇപ്പോൾ എങ്ങനെയാണ് ഈ അവസാനവട്ട തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? വിവരങ്ങൾ. 57ാം സംസ്ഥാന കലോത്സവത്തിന് കണ്ണൂർ ഒരുങ്ങിക്കഴിഞ്ഞു. ഏറ്റവും അവസാനവട്ട മിനുക്കുപണിയിലാണ് ഇപ്പോൾ കണ്ണൂരുള്ളത്. കണ്ണൂരിലെ ഒന്നാമത്തെ വേദിയായ നിളയിലാണ് ഞാനുള്ളത്. നിളയിൽ കുട്ടികൾ അവസാനമായി വേദി വൃത്തിയാക്കുന്ന തിരക്കിലാണ്. വിദ്യാർത്ഥികൾ, പല സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് നാം കാണുന്ന കാഴ്ച വിഷ്വലിൽ കാണുന്നത്. 57ാം സംസ്ഥാന കലോത്സവത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കണ്ണൂർ ഇപ്പോഴുള്ളത്. 16 രാവിലെ 9:30 പ്രധാന വേദിയായ പോലീസ് മൈതാനിലെ നിലയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ കലോത്സവ പതാക ഉയർത്തുന്നതോടെ 7 രാപ്പകലുകൾ രാജ്യത്തിന്റെയാകെ കണ്ണും കാതും ആകർഷിക്കുന്ന മഹാമേളയ്ക്ക് തുടക്കമാകും. വൈകിട്ട് 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. മാത്രമല്ല ഇന്ന് വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് നിന്നും കലോത്സവ വിജയിക്കുള്ള ഏറ്റവും നല്ല ജില്ലയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി കണ്ണൂരിലെത്തും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മാഹിയിൽ നിന്നും കപ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇന്ന് 4 മണിയോടുകൂടി സ്വർണ്ണക്കപ്പ് കണ്ണൂരിലെത്തും. കണ്ണൂരിൽ ഏറ്റവും അവസാനത്തെ മിനുക്കുപണിയിലാണ് കണ്ണൂർ. കലോത്സവ മത്സരത്തിനെത്തുന്ന ആളുകളെ സ്വീകരിക്കാനുള്ള അവസാനവട്ട തിരക്കിലാണ് കണ്ണൂർ എന്നുള്ളത്. ജോഷ്ലയാണ് വിവരങ്ങൾ നൽകിയത്. കലോത്സവത്തിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ. ഗോകുലം ഗ്രൂപ്പ് രൂപം നൽകുന്ന ഫുട്ബോൾ ടീമിന്റെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ടീമിന്റെ ജേഴ്സിയും അദ്ദേഹം അവതരിപ്പിച്ചു. കേരളത്തിലെ മികച്ച യുവതാരങ്ങളെയും സീനിയർ താരങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ടീമിനെ ഒരുക്കുന്നതെന്നും അടുത്ത മാസം ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി വി ശിവൻകുട്ടി, ഫുട്ബോൾ താരം IM വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ 23ാമത് ക്രഡായ് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോ ക്രഡായ് കേരള ചെയർമാൻ ഹസീബ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്രഡായ് അംഗങ്ങളായ ഭവന നിർമ്മാതാക്കളും ഭവന വായ്പ നൽകുന്നവരും പ്രോപ്പർട്ടി ഷോയിൽ ഭാഗമാണ്. മന്ത്രി TP രാമകൃഷ്ണൻ മേള സന്ദർശിച്ചു. മൊബൈൽ ശൃംഖലയായ 3G മൊബൈൽ വേൾഡ് ഒരുക്കിയ സമ്മാന പദ്ധതിയിലെ മെഗാ സമ്മാനമായ BMW കാർ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്താണ് വിജയിയെ തെരഞ്ഞെടുത്തത്. 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ AK ഷാജി, മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനീഷ് CR എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന വജ്ര 2016 അന്താരാഷ്ട്ര ആയുർവേദ സമ്മേളനത്തിന് തുടക്കമായി. 3 ദിവസത്തെ സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500 ആയുർവേദ ഡോക്ടർമാർ ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ച് പ്രബന്ധങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അഷ്ടവൈദ്യൻ T നാരായണൻ മോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.